ഇന്ന് ചരിത്രത്തിലേക്കൊരു എത്തിനോട്ടമാവാമെന്ന് കരുതുന്നു. ഇന്നലകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം എപ്പോഴും ശുഭപ്രതീക്ഷയുള്ള വരും ദിവസങ്ങളെ സമ്മാനിക്കും. അതുകൊണ്ടുകൂടിയാണല്ലോ ചരിത്രത്തിന് എപ്പോഴും പ്രസക്തിയേറുന്നത്. ഇന്ന് മുഗൾ സാമ്രാജ്യം ബാക്കിയാക്കിയതെന്ത് എന്ന ചോദ്യമാണ് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ആലോചനയാണ്. മുഗൾ സാമ്രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ അടക്കി ഭരിച്ച ഈ രാജ്യത്തെ രാഷ്ട്രീയമായി, സാംസ്കാരികമായി, വൈജ്ഞാനികമായി ഉത്തേജിപ്പിച്ച ഒരു മഹാഭരണകൂടത്തിന്റെ കഥയാണ്. 16-ാം നൂറ്റാണ്ടിന്റെ 2ാം പാദം മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ അഥവാ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലം വരെ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു ഭരണകൂടത്തിന്റെ കഥയാണ്. ആ ഭരണകൂടം നമ്മെ സ്വാധീനിച്ച, നമ്മുടെ രാഷ്ട്രത്തെ രൂപപ്പെടുത്തിയതിന്റെ കഥയാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ കഥ. അവരിവിടെ ബാക്കിയാക്കിയത് എന്ത് എന്നതിനുള്ള ഉത്തരം തേടുകയാണ് നമ്മൾ. ഒരു ഭരണകൂടത്തെ നമ്മൾ വായിച്ചറിയുന്നത്, നമ്മൾ അവരെ മനസ്സിലാക്കുന്നത് വൈജ്ഞാനികമായ ആ ഭരണകാലത്തുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതോടൊപ്പം അവർ അടയാളപ്പെടുത്തിയിട്ടുള്ള സാംസ്കാരികമായ വൈവിധ്യങ്ങൾ, ഇവിടെ ബാക്കിയാക്കി പോയിട്ടുള്ള ശേഷിപ്പുകൾ, ഇതിലൂടെയൊക്കെയാണ് ഒരു ഭരണകൂടത്തെ നമ്മൾ വിലയിരുത്തുന്നത്. അങ്ങനെ ചരിത്രത്തിൽ നിന്ന് മുഗൾ സാമ്രാജ്യത്തെ ചികഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആദ്യമായി മനസ്സിലാക്കാവുന്ന ഒന്ന്, മുഗൾ സാമ്രാജ്യത്തോട് ചരിത്രം വേണ്ടത്ര നീതി പുലർത്തിയില്ല എന്നാണ്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും അതിനുശേഷം അവരുടേതായ തന്നെ താല്പര്യത്തിനു വേണ്ടി വന്ന ഇന്ത്യൻ ചരിത്രകാരന്മാരും ഒരുപക്ഷെ മുഗൾ സാമ്രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിപ്പോന്നത്. എന്തുകൊണ്ടെന്നാൽ മുഗൾ സാമ്രാജ്യത്തിന്റെ മതം അവർക്കൊരു പ്രശ്നമായിരുന്നു എന്നുള്ളതാണ് അതിനു കാരണം. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ എപ്പോഴും മുഗൾ ഭരണാധികാരികളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. മതഭ്രാന്തന്മാരായി, ദിഷണയില്ലാത്തവരായി, ആശയങ്ങളറ്റ് ഭരണകൂടങ്ങൾക്ക് ശേഷിയില്ലാത്ത ഭരണകൂടങ്ങളായാണ് മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളെ ചരിത്രം എപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥമായി ചരിത്രത്തെ നിരീക്ഷിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് ബോധ്യപ്പെടുക മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ ഈ രാഷ്ട്രത്തിന് ചെയ്ത സേവനങ്ങളെ കുറിച്ചാണ്. നമുക്ക് അവയിൽ ചിലത് പരിശോധിക്കാം. തിമൂറിന്റെയും ചെങ്കിസ് ഖാന്റെയും പിന്മുറക്കാരായിട്ടാണ് മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ പൊതുവെ അറിയപ്പെടുന്നത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തോടുകൂടി ബാബറാണ് ആദ്യമായി മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായി ഡൽഹിയിലേക്ക് എത്തുന്നത്. മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ ബാബർ ഡൽഹിയിൽ മുഗൾ സുൽത്താനറ്റിന് തുടക്കമിടുന്നു. തുടർന്ന് വന്ന ഭരണാധികാരികളൊക്കെയും മുഗൾ സാമ്രാജ്യത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും ഈ സാമ്രാജ്യത്തിന്റെ, ഇന്ത്യയുടെ വികസനങ്ങളിൽ വലുതായ പങ്കുവഹിക്കുകയും ചെയ്തു. അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും വികേന്ദ്രീകൃത ഭരണ സംവിധാനങ്ങളെ നടപ്പിലാക്കുകയും ചെയ്തു മുഗൾ രാജാക്കന്മാർ. പ്രത്യേകിച്ച് അക്ബർ ചക്രവർത്തിയും ഷാജഹാനും അടക്കമുള്ള മുഗൾ ഭരണാധികാരികൾ ഏറ്റവും മികവുറ്റ ഭരണം കാഴ്ചവെക്കുകയും അതോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അവയിൽ ചിലത് ഇന്നും നമുക്ക് മുഗൾ സാമ്രാജ്യത്തിലേക്കുള്ള കവാടങ്ങളായി ചരിത്രത്തിൽ ഉപകാരപ്പെട്ടേക്കാം. നമ്മുടെ താജ്മഹൽ അടക്കം, ചെങ്കോട്ടയും ഡൽഹി ജുമാ മസ്ജിദും ഫത്തേപൂർ സിക്രിയും അടക്കമുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള നിർമ്മിതികൾ അത്തരത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സംഭാവനകളാണ്. ഇന്ന് ചരിത്രത്തിൽ നിന്ന് എത്ര തന്നെ തേച്ചു മായ്ച്ചു കളയാൻ ശ്രമിച്ചാൽ പോലും ഈ നിർമ്മിതികൾ ഇവിടെയുള്ളിടത്തോളം കാലം മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തെ മായ്ച്ചു കളയാൻ സാധ്യമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു വിശ്വസിക്കാം. നമുക്ക് ചില നിർമ്മിതികളേക്കൊന്ന് കണ്ണുനോക്കാം. ഒന്നാമതായി ഷാജഹാന്റെ താജ്മഹൽ. മുഗൾ ഭരണാധികാരിയായ ഷാജഹാൻ പണി കഴിപ്പിച്ച താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണെന്ന് നമുക്കേവർക്കും അറിയാം. താജ്മഹലിന്റെ നിർമ്മിതി ഷാജഹാന്റെ തന്നെ പ്രശസ്തിയേറ്റുകയും ഇന്ത്യയിലേക്കുള്ള സന്ദർശകർ ഇന്നും താജ്മഹൽ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നു. ദിനേന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സന്ദർശകർ കയറിയിറങ്ങുന്ന ഒരു അതിപ്രധാനമായ ഇടമായി ഇന്നും താജ്മഹൽ അവശേഷിക്കുന്നു. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ, വിശിഷ്യ ഷാജഹാന്റെ സംഭാവനയായി നമുക്ക് കണക്കാക്കാം. വാസ്തുവിദ്യയിൽ, ശില്പകലയിലൊക്കെ മുഗൾ സാമ്രാജ്യം സ്വീകരിച്ചിട്ടുള്ള രീതി എപ്പോഴും അനുകരണീയമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സമന്വയിപ്പിക്കാവുന്ന സാംസ്കാരിക നിർമ്മിതികളെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് സ്നേഹം, ശക്തി, സാംസ്കാരിക സംയോജനം ഇവയെല്ലാം ഒരുമിച്ച് കൂടുന്നതാണ് മുഗൾ സാമ്രാജ്യത്തിലെ മുഴുവൻ നിർമ്മിതികളും. താജ്മഹലിന്റെ നിർമ്മിതി ഒരു സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നെങ്കിൽ ചെങ്കോട്ട അത് ഭരണസിരാ കേന്ദ്രത്തിന്റെ അടയാളമായിരുന്നു. താജ്മഹലിന്റെ പ്രൗഢി കൊണ്ട് അപ്രസക്തമെന്ന് നമുക്ക് തോന്നാമെങ്കിലും അത്ര തന്നെ നമ്മൾ പറയാറില്ലെങ്കിൽ പോലും ആഗ്ര കോട്ട അതിപ്രധാനമായ ഒന്നാണ്. സൈനിക നീക്കങ്ങൾക്ക്, മറ്റു നയതന്ത്രപരമായ കാര്യങ്ങൾക്ക് ഷാജഹാൻ ഉപയോഗിച്ചിരുന്ന ആഗ്ര കോട്ട താജ്മഹലിന്റെ സുന്ദരമായ ദർശനം നമുക്ക് സാധ്യമാക്കി തരുന്നു. ഇങ്ങനെ നിർമ്മിതികളുടെ വൈവിധ്യം കൊണ്ട് ഷാജഹാൻ നമ്മെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ജുമാ മസ്ജിദ് ഇന്നും സന്ദർശകരുടെ തിരക്കുള്ള കേന്ദ്രമാണ്. അതിനൊക്കെ പിന്നിൽ ഷാജഹാന്റെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലം നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് ചെങ്കോട്ടയാണ്. ചെങ്കോട്ടയില്ലാതെ നമ്മുടെ ദേശീയ ആഘോഷങ്ങളൊന്നും അവസാനിക്കാറില്ല.
ചെങ്കോട്ടയിലാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത്. ഇങ്ങനെ ഓരോ വർഷവും റിപ്പബ്ലിക് ദിനം കടന്നു പോകുമ്പോൾ നമ്മൾ ചെങ്കോട്ടയെ സ്മരിക്കുകയാണ്. ചെങ്കോട്ടയെ സ്മരിക്കുന്നത് ഷാജഹാനെ സ്മരിക്കലാണ്. ഷാജഹാനെ സ്മരിക്കുന്നത് മുഗൾ സാമ്രാജ്യത്തെ പ്രതിയുള്ള വിചാരങ്ങളാണ്. ഈ വസ്തുതകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം എന്താണ്? മുഗൾ ചക്രവർത്തിമാർ ഒരു മതഭ്രാന്തന്മാരല്ലായിരുന്നു എന്നും അവരേതെങ്കിലും ഒരു മതവിഭാഗത്തിലേക്ക് പ്രത്യേകിച്ച് ആളെ കൂട്ടാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. ഈ രാജ്യത്തെ മതേതരമായി നിലനിർത്തിയതിൽ മുഗൾ ചക്രവർത്തിമാർക്ക് കൂടി പങ്കുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിലെ സ്ഥലങ്ങളുടെ പേരുമാറ്റി, നഗരങ്ങളുടെ പേരുമാറ്റി, മുഗൾ ഗാർഡനുകളുടെ പേരുമാറ്റി സംവിധാനങ്ങൾ ശ്രമിച്ചതുകൊണ്ടായില്ല. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് മുഗൾ ചരിത്രത്തെ മാറ്റിക്കളയാൻ, ഈ രാഷ്ട്രത്തിൽ ഇത്രയേറെ നിർമ്മിതികൾ ബാക്കിയാക്കുന്ന കാലത്ത്, ഇത്രയേറെ സംസ്കാരങ്ങൾ ബാക്കിയാകുന്ന കാലത്ത്, ഇന്ത്യ രാഷ്ട്രം മതേതരമായി നിലനിൽക്കുന്ന കാലത്ത് മുഗളന്മാരെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താനാകില്ല എന്നുള്ള വസ്തുത പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. നമുക്ക് ഇനിയും കൂടുതൽ വായിക്കണം, ഇനിയും കൂടുതൽ അറിയണം. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, ഇന്നലകളിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, അവകൾ നമുക്ക് മുന്നോട്ട് പോകാൻ നൽകുന്ന ഊർജങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. അതിന് നമുക്ക് സഞ്ചരിക്കാം. രാജ്യത്തിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിലൂടെ സഞ്ചരിച്ച്, ഈ രാഷ്ട്രത്തിന്റെ നിർമ്മിതികളിലേക്ക് കണ്ണോടിച്ച്, വൈവിധ്യങ്ങളാർന്ന സംസ്കാരങ്ങളിലേക്ക് കണ്ണുനട്ട് നമുക്കിനിയും യാത്ര ചെയ്യണം. അങ്ങനെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ യഥാവിധി മനസ്സിലാക്കുന്നവരിൽ, അങ്ങനെ ഈ രാഷ്ട്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണ കുതുകികളായി നമ്മൾ മാറണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിടാം. താങ്ക് യു.